വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കമന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതിന്റെ സ്റ്റോറീസ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേരുടെ സക്സസ് റിസൾട്ട് ആയി കഴിയുമ്പോഴേക്കും വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആ കുട്ടി പ്രത്യേകം പറയുകയും ചെയ്തു, ചേച്ചി ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, കാരണം ഞാൻ വെറും 2 ആഴ്ച കൊണ്ടാണ് പ്രഗ്നന്റ് ആയത് എന്നാണ് ആ കുട്ടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആകുമ്പോഴേക്കും, അതും ആ കമന്റ് ഇട്ട ആള് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് ഷെയർ ചെയ്യണ്ടേ. അപ്പൊ ആ കമന്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം, എന്തൊക്കെ ഫോളോ ചെയ്തെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലെ നമുക്ക് എല്ലാവർക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആരോഗ്യവും ആയുസ്സും ഉള്ള നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അമൃത രാജേഷ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ് നമുക്ക് ആ കമന്റ് വന്നിരിക്കുന്നത്. ഹായ് ചേച്ചി, പ്രഗ്നന്റ് ആകാൻ 4 വർഷമായി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പീരീഡ് കൃത്യമായി ആകുന്നുണ്ട്. ബ്ലീഡിങ്ങും കുഴപ്പമില്ലാതെയുണ്ട്. ഹസ്ബൻഡിന്റെ മോർട്ടിലിറ്റി കുറവായിരുന്നു. ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷെ പ്രഗ്നൻസി കിട്ടിയില്ല. അങ്ങനെയാണ് ചേച്ചിയുടെ ചാനലിൽ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്ത് തുടങ്ങിയത്. ദിവസവും നെല്ലിക്ക കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും അതിനെക്കുറിച്ച് വീഡിയോ കണ്ടിരുന്നു. നെല്ലിക്ക എന്ന് പറയുന്നത്, നെല്ലിക്കയെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രമാത്രം പവർഫുൾ ആയിട്ട് നമുക്ക് എപ്പോഴും എടുക്കാൻ സാധിക്കുന്ന, എപ്പോഴും ഫോളോ ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ടിപ്പാണ് നെല്ലിക്ക കഴിക്കുക എന്നുള്ളത് കേട്ടോ. നെല്ലിക്കയിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ്. ഇത് പുരുഷന്മാരുടെ സ്പേമിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോർഫോളജി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ സ്പേമിന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. സ്ത്രീകൾക്കും ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് അവരുടെ ഹോർമോൺ ബാലൻസിൽ കൊണ്ടുപോകുന്നതിനും മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും വെയിറ്റ് ലോസിനും എഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ നെല്ലിക്ക കഴിക്കുന്നത് വഴി കിട്ടുന്നുണ്ട്. നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്കും പുരുഷനും അവരുടെ സെക്ഷൽ ഡിസയർ വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം അവരുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ബ്ലഡിൽ നിന്ന് എല്ലാം റിമൂവ് ചെയ്തിട്ട് അത് ഹെൽത്തി ആയിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതിന് ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്ത്രീകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പീരീഡ് ഡേയ്സ് മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന സമയം വരെയൊക്കെ നിങ്ങൾക്ക് നെല്ലിക്ക ഉപയോഗിക്കാം. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നവുമില്ല. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിലും ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. നെല്ലിക്ക നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോം ആയിരിക്കണം. ഒരുപാട് നാൾ ഉപ്പിലിട്ട് നെല്ലിക്ക ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ ഒരുപാട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന ബാക്കിയുള്ള സത്തുക്കളൊക്കെ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പൊടിയൊന്നും ഇല്ലാതെ അച്ചാർ പ്രിപ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ നെല്ലിക്ക ചമ്മന്തി അരച്ചിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ, ഇതൊന്നും പറ്റില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫോമിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും ആദ്യം ഫോളോ ചെയ്തിട്ടാണ് ഈ കുട്ടിക്ക് പ്രഗ്നൻസി കിട്ടിയത്. രണ്ടാമതായിട്ട് ഫോളോ ചെയ്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം ഉണങ്ങിയ അത്തിപ്പഴവും ഞങ്ങൾ 2 ആളും എടുക്കാൻ തുടങ്ങി. ഉണങ്ങിയ അത്തിപ്പഴത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെയും നട്ട്സിന്റെയും കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് തരുന്ന ഒന്നാണ് ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. നമുക്ക് നമുക്ക് ഓൺലൈനായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും അല്ലാതെയും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല ഷോപ്പുകളിൽ നിന്ന് ഡ്രൈ ഫിഗ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നല്ലതുപോലെ കഴുകി 1 or 2 ഡ്രൈ ഫിഗ് മതി കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് കുതിർത്തിയിട്ടിട്ട് അതിന്റെ വെള്ളം ഉൾപ്പെടെ നിങ്ങൾ കുടിക്കുന്നതും അത്തിപ്പഴം നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേര് ചാനലിൽ ഫോളോ ചെയ്തിട്ട് ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫിഗിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഫോളിക് ആസിഡ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ B6, B1, B12 എന്നീ കണ്ടന്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് എഗിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിനും ഓവുലേഷൻ പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇല്ലാത്ത ആളുകളാണെങ്കിലും എഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് കൊടുക്കുന്നു. PCOD ഉള്ള ആളുകൾ എഗ് വളരാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് നമ്മൾ മെഡിസിൻ എടുത്ത് കഴിക്കുമ്പോഴേക്കും പലർക്കും ചിലപ്പോൾ എഗ് ക്വാളിറ്റിയോടുകൂടി വളരണമെന്നില്ല. അവർക്ക് മെഡിസിൻ കഴിക്കും, അത് വളരും, അത് പൊട്ടും, പക്ഷെ അതിന് ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ആ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ടിപ്സും കൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് മാത്രമല്ല പുരുഷന്റെ സ്പേമിന്റെ ഓവറോൾ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്.
സ്പേം ഓരോ തവണയും പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ഇജാക്കുലേഷൻ സംഭവിച്ചത് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് പിന്നെയും ഇത് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് വരെ ചിലപ്പോൾ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടുപേരുടെയും സെക്ഷൽ ഡിസയർ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. സെക്ഷൽ ഡിസയർ ഇപ്പോൾ സ്ത്രീക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിലും സ്ത്രീക്ക് ഓർഗാസം ഉണ്ടായില്ലെങ്കിലും പ്രഗ്നൻസി എവിടെ പോസിബിൾ ആണ്. പക്ഷേ ഇത് ഉണ്ടായി വരികയാണെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ഒരുപാട് സെർവിക്സ് അങ്ങോട്ട് ഡൈല്യൂട്ട് ആവുന്നതിനും ഒരുപാട് സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിനും സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നതിനും ഇതൊരു സപ്പോർട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് സെക്ഷൽ ഡിസയർ വർദ്ധിക്കുക എന്ന് പറയുന്നത് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തലേ ദിവസമെങ്കിലും കുതിർത്തി വെച്ചതിന് ശേഷം നിങ്ങൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ഗ്രാമ്പു വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അല്ല നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയിട്ട് വൈകുന്നേരം നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഏകദേശം നമ്മൾ വിശന്നൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്, ഈ സമയത്ത് നിങ്ങൾ കുതിർത്തിയിട്ട് ആ വെള്ളത്തോടൊപ്പം ഡ്രൈ ഫിഗും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമതായിട്ട് ഈ കുട്ടി ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്തതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ചേച്ചി പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ പീരീഡിന്റെ 1ാമത്തെ ദിവസം മുതലാണ് ഈ ടിപ്പ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. രണ്ടുപേരും ചെയ്തിരുന്നു. ഈ കുട്ടി ഇങ്ങനെ ഓൾറെഡി എന്നോട് സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ മെൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ ആ ഒരു സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഈസിലി ശരിക്കും ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് കിട്ടുന്ന ഒരു എക്സസൈസ് ഉണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ആ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് ഹസ്ബൻഡ് കിടക്കയിൽ ചരിഞ്ഞു കിടന്നതിന് ശേഷം കാലുകൾ ഉയർത്തി നല്ലതുപോലെ ഒരു കാല് നിലത്ത് വെച്ചിട്ട് അടുത്ത കാല് ഉയർത്തി ചെയ്യുന്നതാണ് ഈ ഒരു എക്സസൈസ്. അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. ഈ എക്സസൈസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആ ജെനിറ്റൽ പാർട്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടും അത് സഹായിക്കും. എസ്പെഷ്യലി ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ലോ സ്പേം കൗണ്ടും അതുപോലെ ലോ മോട്ടിലിറ്റിയും ഒക്കെ ഉള്ളവരിലോട്ടാണ്. കാരണം അവർക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റിസൾട്ട് ഭയങ്കരമായിട്ട് വിസിബിൾ ആവാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. പുരുഷന്മാരുടെ പല സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതി കൊണ്ടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സെമന്റെ ക്വാളിറ്റി വർദ്ധിക്കുന്നത് കുറഞ്ഞു പോകാനായിട്ട് ചാൻസസ് ഉണ്ടാവുന്നത്. അത് നിങ്ങളൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ടും സാധിക്കും കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തുടക്കത്തിൽ വായിച്ചതുപോലെ എൻ്റെ പീരീഡിന്റെ 1ാമത്തെ ദിവസം മുതലാണ് ഈ ടിപ്പ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു തുടങ്ങിയത്. രണ്ടുപേരും ചെയ്തിരുന്നു. ഓവുലേഷൻ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഡേറ്റ് മിസ്സായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടി. 2 ആഴ്ച മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഇക്കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ളവർക്കും കൂടി എൻ്റെ ഈ സക്സസ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കേട്ടപ്പോഴേക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഈ കുട്ടി പറഞ്ഞ എല്ലാ പോയിന്റ്സും ഞാൻ ഓൾറെഡി കവർ ചെയ്ത് പോയതാണ്. ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനെ മാറ്റി വെച്ചിട്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ആരോടും പറയുന്നില്ല. ഡോക്ടറുടെ ട്രീറ്റ്മെന്റും വേണം. ഒപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഡയറ്റിലും നമ്മുടെ എക്സസൈസിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനകം ഒരുപാട് ആളുകൾ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിൽ പ്രസ് ചെയ്ത് നോക്കുക. ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.